ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായ ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ബസ്മതി അരി നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും കൂടെ അരച്ചു വെക്കണം നന്നായിട്ട്. അരി വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പയിൽ വെച്ചു. അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് ഇവയൊക്കെ ചേർക്കണം. അതിനകത്തേക്ക് ഉപ്പ് ചേർക്കണം, നാരങ്ങയുടെ സ്ലൈസസ് ചേർക്കണം, കുറച്ച് എണ്ണയോ നെയ്യോ ചേർക്കണം. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരി ചേർത്ത് വേവാനായിട്ട് വെക്കുക. അരി ഒരു 80% വേകുമ്പോൾ നമ്മൾ ഊറ്റി മാറ്റി വെക്കണം. എന്നിട്ട് അതിലുള്ള നാരങ്ങയും അതുപോലെ മറ്റ് സ്പൈസസും ഒക്കെ മാറ്റി അരി മാത്രമായിട്ട് വെക്കുക. അരി ഊറ്റി മാറ്റി അടുപ്പിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും അതിലേക്ക് നീളത്തിലരിഞ്ഞ ക്യാബേജ് അതിടുക. അതൊന്ന് വാടി വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു ശകലം പഞ്ചസാര ചേർക്കുക. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലുമല്ല, ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ക്യാബേജ് മൂപ്പിച്ചെടുക്കണം. ഇത് ഒരു ബ്രൗൺ കളറ്, ഒരുപാട് കരിയരുത്, ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും, ഈ ഭാഗം ആകുമ്പോഴേക്കും ക്യാബേജ് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കണം. അരിയെല്ലാം ഞാൻ ഊറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഞാൻ ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബീൻസ് എടുത്തിട്ടുണ്ട്, കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്. നമുക്ക് ഇത് പച്ചപ്പട്ടാണി വേണമെങ്കിൽ അതെടുക്കാം. മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന ക്യാബേജിൻ്റെ കുറച്ച് ഭാഗം, ആ ഭാഗം കൂടി ചേർക്കുക. ഇനി പൊടികളൊക്കെ ചേർക്കണം. അതിനാവശ്യമുള്ള പൊടികളെന്ന് പറയുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അതുപോലെ തന്നെ വീട്ടിലുണ്ടാക്കിയ ഗരം മസാലപ്പൊടി, ഉപ്പ്. അതിനുശേഷം അതിലേക്ക് നമ്മൾ തൈര് ചേർക്കണം. തൈരും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വെക്കണം. തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും നന്നായിട്ട് അരച്ചു വെക്കണം. പാനടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അതിനകത്തേക്ക് ചേർക്കണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് പച്ചക്കറിയെല്ലാം ചേർക്കണം. ആ കൂട്ടത്തിൽ നമ്മൾ അരച്ചു വെച്ച തക്കാളിയുടെ ആ കൂട്ട് അതും കൂടെ ചേർക്കണം. അത് വീഡിയോയിൽ കിട്ടിയില്ല. അതിലേക്ക് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടച്ചു വെച്ച് ചെറുതീയിൽ ഈ കഷ്ണങ്ങളെല്ലാം ഒരു 90% വേകണം. അങ്ങനെ ഇപ്പോൾ ഇതേ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്യാരറ്റൊക്കെ ഒന്ന് വേവാനുണ്ട്. ഒരു 90% വെന്തു. ആ സമയത്തേക്ക് നമ്മൾ ഊറ്റി മാറ്റി വെച്ചിരുന്ന ചോറ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വറുത്ത് വെച്ചിരുന്ന ക്യാബേജ് അതിൻ്റെ മുകളിലിട്ട് മല്ലിയിലയും പുതിനയിലയൊക്കെ അതിൻ്റെ മുകളിൽ ചേർക്കണം. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. പിന്നെ പാലിൽ ഞാൻ കുറച്ച് സാഫ്രോൺ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിലേക്ക് ചേർക്കണം. ഇനി സാഫ്രോൺ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ പാലിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കി വെച്ചിട്ട് അത് ചേർക്കണം. അവസാനം കുറച്ച് നെയ്യും ചേർത്ത് ചെറുതീയിൽ ഒരു 10-15 മിനിറ്റ് വെക്കണം. പാത്രത്തിന് അടിഭാഗത്ത് കട്ടി കുറവാണെങ്കിൽ അതിൻ്റെ അടിയിലൊരു പാൻ വെച്ചിട്ട്
ഈ പാത്രം അതിൻ്റെ മുകളിൽ വെക്കുന്നതായിരിക്കും വളരെ സേഫ്. നേരിട്ട് വെച്ചാൽ ചിലപ്പോൾ ചൂട് കൂടിയാൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ, അതുകൊണ്ട് അടിയിലൊരു പാൻ വെച്ചിട്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം തീ നന്നായിട്ട് കുറച്ച് പാത്രം അടുപ്പിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ഒരു 15 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അരിയും വേഗം, ഇതെല്ലാം നന്നായിട്ട് യോജിക്കുകയും ചെയ്യും. അതിനുശേഷം ഒരു തുളസിയില വെച്ച് ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് ഭഗവാന്റെ പ്രസാദമായിട്ട് കഴിക്കാം. എല്ലാവരും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ലതാണ്. ഇതിൽ ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ബിരിയാണിയാണ്. വിശേഷ ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാം. ഹരേ കൃഷ്ണ.